ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നുള്ള പോർഷനിൽ ഫസ്റ്റത്തെ ഭാഗമാണ്, അതായത് ഡെഫിനിഷൻ എന്നുള്ള ഭാഗമാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് സ്കോപ്പാണ്, സ്കോപ്പ് ഓഫ് സൈക്കോളജി. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് കരുതും. ഇതിൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ വരുന്ന ചോദ്യങ്ങളിലാണ്. ചോദ്യങ്ങൾ കുറച്ച് അപ്ലിക്കേഷൻ ലെവലാണ്. സ്കോപ്പ് ഓഫ് സൈക്കോളജി ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി എന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്ന ചോദ്യങ്ങളാണെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് കളയുന്ന പോർഷൻസാണ്. പക്ഷേ ഇൻ ഡീറ്റെയിൽ ഓരോ ബ്രാഞ്ചിനെ പറ്റിയും സൈക്കോളജിയുടെ ഓരോ ഫീൽഡുകളെ പറ്റിയും അറിവില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ക്വസ്റ്റ്യൻസിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ എഴുതാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയേഴ്സിൽ എക്സാംസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ കാണിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ടും പരീക്ഷകളിൽ വരാറുള്ളത്. അറിഞ്ഞത് പ്രകാരം 2 കൊല്ലം മുൻപ് വരെ 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷകളിൽ വന്നിരുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവും, രണ്ടാമത് നമുക്ക് ചോദ്യം തന്നിട്ട് പരീക്ഷകളിൽ എഴുതുന്നത് പോലെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ. ഈ അടുത്ത് ചില എൻട്രൻസ് പരീക്ഷകൾക്ക് ഒബ്ജക്റ്റീവ്സ് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ആൻസേഴ്സ് എഴുതണ്ട എന്നുള്ള രീതിയിൽ 2 തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്കിവിടെ കാണാം. ഒന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവാണ്, അതായത് കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിവിടെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് സൈക്കോളജി ഇൻ മോഡേൺ സൊസൈറ്റി? നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. വിച്ച് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഫോക്കസ് ഓൺ വർക്ക് പ്ലേസ് ബിഹേവിയർ ആൻഡ് പ്രൊഡക്ടിവിറ്റി? സോ നോക്കൂ, നമുക്ക് ഓരോ സൈക്കോളജിയുടെ ബ്രാഞ്ചസും അറിയണം, അവരുടെ ഡ്യൂട്ടി, ആ ഓരോ ബ്രാഞ്ചിലും അവരെന്താണ് പഠിക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള ഇൻഡെപ്ത് നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായിരിക്കും ആ ബ്രാഞ്ച്? യൂഷ്വലി നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, അതായത് OB ആണത്. ഓക്കെ, ആൻഡ് ഹൗ ഡസ് കോഗ്നിറ്റീവ് സൈക്കോളജി ഡിഫർ ഫ്രം ബിഹേവിയറൽ സൈക്കോളജി? സോ നമുക്ക് കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം, ആൻഡ് ഓൾസോ ബിഹേവിയറൽ സൈക്കോളജി എന്താണെന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സ്കോപ്പ് എന്നുള്ള പോർഷൻ സിംപ്ലി സ്കിപ്പ് ചെയ്ത് കളയരുത്. ആൻഡ് രണ്ടാമത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിന്നൊരു ചോദ്യം പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി? നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി, ആസ്ട്രോളജിക്കൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി. നമുക്ക് സിംപ്ലി ഉത്തരം അറിയാവുന്നതാണ്. ഇതിൽ ഓഡ് 1 എന്ന് പറയുന്നത് ആസ്ട്രോളജിക്കൽ സൈക്കോളജിയാണ്. ആൻഡ് രണ്ടാമത്തെ ചോദ്യം, എഡ്യൂക്കേഷണൽ സൈക്കോളജി മെയിൻലി ഫോക്കസസ് ഓൺ? വായിച്ചു നോക്കുക, നമുക്ക് മനസ്സിലാവും. സോ ആൻസർ വരുന്നത് ലേണിംഗ് പ്രോസസ്സസ് ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളതാണ്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഓരോ ബ്രാഞ്ചും എന്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങളിൽ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അടുത്തത് അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഹൗ ഇസ് സൈക്കോളജി അപ്ലൈഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് കെയർ? ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. വാട്ട് റോൾ ഡസ് സോഷ്യൽ സൈക്കോളജി പ്ലേ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്? ഹൗ ക്യാൻ ഫോറൻസിക് സൈക്കോളജി ഹെൽപ്പ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ്? ഓക്കെ, അടുത്തത് അസേർട്ടീവ് റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിനുള്ള റീസൺ തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, റീസൺ ശരിയാണോ എന്നുള്ളത് ഓപ്ഷനിലുണ്ടായിരിക്കും, നമ്മളത് ചൂസ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി ഇംപ്രൂവ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. ആൻഡ് ദ റീസൺ കൊടുത്തിട്ടുള്ളത് ദിസ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ഇൻ വർക്ക് പ്ലേസ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം വരുന്നത് ബോത്ത് A ആൻഡ് R ആർ ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എന്താണ് എക്സ്പ്ലനേഷൻ വൈസ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് തരാറുണ്ട്. ബ്രാഞ്ച് ഓഫ് സൈക്കോളജി, അതുപോലെ തന്നെ അതിൻ്റെ ഫോക്കസ് ഏരിയാസാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഫോക്കസ് ഏരിയ ഏതാണ്, ഫോറൻസിക്കിൻ്റെ ഏതാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഏതാണെന്നുള്ള രീതിയിൽ. ആൻഡ് ഈ ഒരു ടോപ്പിക്കിൽ ഫൈനൽ മെത്തേഡായിട്ട് വരാറുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്.
ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ ക്ലിനിക്കൽ സൈക്കോളജി ഡീൽസ് വിത്ത് വർക്ക് പ്ലേസ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആണോ? നോ, നമുക്കറിയാവുന്നതാണ് അതല്ല ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. വില്യം വൂൺ എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് സൈക്കോളജി ലാബ് ഇൻ 1879. ശരിയാണോ? ഓക്കെ, നമുക്ക് വഴിയെ നോക്കാം. ആൻഡ് ഹൗ ഹെൽത്ത് സൈക്കോളജി സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ശരിയാണ് അല്ലേ? സോ നമുക്ക് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിലേക്ക് കിടക്കാം. നോക്കാം. ഈ ഒരു ടോപ്പിക്കിൽ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നോക്കുന്നത്. രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. രണ്ടും ഒരു കണക്കിൽ പറഞ്ഞാൽ സെയിം ആണെന്ന് പറയാം. ഓക്കെ, സോ മേജർ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലിനിക്കൽ സൈക്കോളജിയാണ്. നമുക്കറിയാവുന്നതാണ് ദിസ് ബ്രാഞ്ച് വിച്ച് ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് മെൻ്റൽ ഡിസോർഡേഴ്സ്. കൗൺസിലിംഗ് സൈക്കോളജിയിൽ എന്താ ചെയ്യുന്നത്? ആളുകളുടെ ലൈഫിൽ വരുന്ന ഡിഫറെൻറ്റ് ചലഞ്ചസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൗൺസിലേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. സോ ഹെൽപ്സ് ഇൻഡിവിജ്വൽ കോപ്സ് വിത്ത് ലൈഫ് ചലഞ്ചസ്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റഡി ഓഫ് തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ആൻഡ് മെനി മോർ അതർ തിങ്സ്. ആൻഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിൽ നമ്മൾ എന്താ എക്സാമിൻ ചെയ്യുന്നത്? ഇറ്റ്സ് അബൌട്ട് ദ ഗ്രോത്ത് അക്രോസ് അവർ ലൈഫ് സ്പാൻ. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു. ഇറ്റ് ഫോക്കസ് ഓൺ ലേണിംഗ് ആൻഡ് ടീച്ചിങ് മെത്തേഡ്. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി ഇറ്റ് അപ്ലൈ സൈക്കോളജി ടു വർക്ക് പ്ലേസ്. അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി ഉണ്ട്, യു ജിയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് സ്റ്റഡി ഹൗ പീപ്പിൾ ഇൻഫ്ലുവൻസ് ഈച്ച് അതേഴ്സ്. ഫോറൻസിക് സൈക്കോളജി അപ്ലൈ സൈക്കോളജി ടു ലീഗൽ ആൻഡ് ക്രിമിനൽ ഇഷ്യൂസ്. ഹെൽത്ത് സൈക്കോളജി എക്സാമിൻസ് ദ കണക്ഷൻ ബിറ്റ്വീൻ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്താണ്. സോ എങ്ങനെയാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്സ് ലൈക്ക് അവർ മെൻ്റൽ സ്റ്റാറ്റസ് ഫിസിക്കൽ ഹെൽത്തിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അടുത്തത് ന്യൂറോ സൈക്കോളജി. ഇറ്റ്സ് മെയിൻലി സ്റ്റഡി അബൌട്ട് ദ ബ്രെയിൻ ആൻഡ് ബിഹേവിയറൽ കണക്ഷൻസ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഇത്രയും ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി കൃത്യമായി എഴുതി വെച്ച് മനസ്സിലാക്കേണ്ടവയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആ വാക്കുകളിൽ നിന്ന് തന്നെ അതിൻ്റെ കണക്ഷൻ കിട്ടും നമുക്ക്. സോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം എഴുതാനായിട്ട് സാധിക്കണം. ആൻഡ് ആപ്ലിക്കേഷൻസ് ഇത് തന്നെയാണ്. മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് തെറാപ്പി, കൗൺസിലിംഗ്, അതുപോലെ തന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ദെർബൈ നമുക്ക് മെൻ്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നമുക്ക് ലേണിങ്ങും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് സ്കിൽസും ത്രൂ സൈക്കോളജി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വർക്ക് പ്ലേസിൽ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സൈക്കോളജി ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് വഴി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സിൽ, മിലിറ്ററി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഒരുപാട് ലെവൽസിൽ സൈക്കോളജി ഇപ്പോൾ അപ്ലൈ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ചോദ്യം വരുന്ന രീതികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്പോർട്സ് എന്ന കാറ്റഗറിയിൽ ഇറ്റ് എൻഹാൻസ് അത്ലറ്റിക് പെർഫോമൻസ് ആൻഡ് മെൻ്റൽ റെസിലിയൻസ്. അതുപോലെ തന്നെ മിലിറ്ററി കേസുകൾ സൈക്കോളജിക്കൽ ട്രെയിനിങ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രോമ റിക്കവറി. ഇത്തരം കാര്യങ്ങൾക്കായി മിലിറ്ററിയിൽ പോലും സൈക്കോളജി അപ്ലൈ ചെയ്തു വരുന്നുണ്ട്. നോട്ട് ഫ്രം ദിസ് മോഡേൺ ഡേയ്സ്, ഇപ്പം മുതൽ എന്നല്ല, പണ്ട് മുതൽക്കേ തന്നെ സൈക്കോളജിസ്റ്റുകൾ വർക്ക് ഫീൽഡായി മിലിറ്ററി അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഹ്യൂമൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്സിനെയും പ്രോസസ്സുകളെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് AI സിസ്റ്റത്തിനെ അപ്ഡേറ്റ് ചെയ്യാനും അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും സൈക്കോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ലെവലിൽ സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്നുള്ള ഭാഗത്തിലും അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി എന്നുള്ള ഭാഗത്തിലും നമുക്ക് പഠിക്കാനുള്ളതും ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുള്ളതുമായിട്ടുള്ള ഭാഗങ്ങൾ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനിയും ആവശ്യമുണ്ട് ഈ ടോപ്പിക്കിൽ എന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്.